മൈസെൽഫ് ഷൈനി. ഞാൻ UK കോൺട്രയിലാണ് താമസിക്കുന്നത്. ഞാൻ 2022 UG പഠിക്കാനെത്തിയ ഒരു UG സ്റ്റുഡന്റ് ആണ്. എനിക്കൊരു ലാസ്റ്റ് ഇയർ എനിക്കൊരു വിസയുടെ ഇഷ്യൂ വന്നിട്ട് ഞാനൊരു വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിസയുടെ പേര് EU സെറ്റിൽമെന്റ് വിസ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ആക്ച്വലി 2021 നിർത്തിയ ഒരു വിസയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിന്റെ ഒന്നും മറുപുറം ഇതൊന്നും അന്വേഷിക്കാണ്ട് നമ്മള് വിസയുടെ പുറകെ ചാടി നമ്മള് കൂടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പം പോലും പറഞ്ഞില്ല. വീട്ടിൽ നിൽക്കുന്ന ഫ്രണ്ട്സാണ് പറഞ്ഞ് ചെയ്തെങ്കിലും ബാക്കിയുള്ള നമ്മുടെ കോമൺ ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുണ്ടായിരുന്ന SFIയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്വേതയുടെ അടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്റെ പാസ്പോർട്ടൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്താണ് എനിക്ക് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നത്. കാരണം പുള്ളിക്കൊരു പെർമനന്റ് ആയിട്ടൊരു എമൗണ്ട് ഇല്ല എല്ലാവരുടെ അടുത്ത് പറയാൻ വേണ്ടിട്ട്. ഒരു മലയാളി ഏജന്റ് ആണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ എനിക്ക് എമൗണ്ട് അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് റേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആ സൈഡിൽ നിന്ന് ഫണ്ട് ഇട്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി ഹോൾഡ് മൈ പാസ്പോർട്ട്. സോ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കൊരു ID അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ആഫ്റ്റർ ശ്വേത വഴി എനിക്ക് വിശാലേട്ടനെ അഖിൽ ചേട്ടനെ എനിക്ക് ഒരു കോണ്ടാക്ട് കിട്ടി. ആ കോണ്ടാക്ടിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കൊരു കംപ്ലീറ്റ്ലി ഒരു വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ അവരെനിക്ക് ലിസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്ത് തന്നു. കാരണം ഇത് അപ്പോഴും ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചെല്ലുന്നത് വലിയൊരു ചതിക്കുഴിയിലേക്കായിരുന്നു. കാരണം 2021 നിർത്തലാക്കിയ ഒരു വിസ, ആ വിസ ഇവിടെ ഇപ്പൊ ഇല്ല. പല പിള്ളേരും ഇപ്പോഴും ചെന്ന് വിടുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്റെ വീട്ടിലേക്ക് വരെ ഭയങ്കര ത്രെട്ടൺ ആയി. അതായത് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു വിസ നടത്തുന്ന പുള്ളി നടത്തുന്ന ഒരു രീതിയല്ല. എന്റെ ഒരൊറ്റ പിടിവാശി കാരണം മാത്രമാണ് അന്ന് വിശാലേട്ടനും ശ്വേതയും പറഞ്ഞിട്ട് ഞാൻ പോലീസ് കേസ് കൊടുക്കാണ്ടിരുന്നത്. കാരണം ഇതിവിടെ വലിയൊരു സംഭവമായിരുന്നു. കാരണം പുള്ളിയുടെ ത്രെട്ടണിങ്, അതായത് ഒരു വിസ നടത്തുന്ന ഒരു പുള്ളിക്കാരനാണ്, നമ്മൾ വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് പുള്ളിക്കാരന്റെ ആ ഒരു മോശമായിട്ടുള്ള സംസാരവും ഭയങ്കര ഫ്രണ്ട്സിനൊക്കെ ചീത്ത വിളിച്ചിട്ടാണ് അവർ പേയ്മെന്റ് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ആക്ച്വലി ഇല്ലാത്ത വിസയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് എനിക്ക് SFIയുടെ നല്ലൊരു കോണ്ടാക്ട്, കാരണം ആ ഒരു നല്ലൊരു കോണ്ടാക്ട് വഴി എനിക്ക് ലീഗലി എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റി. SFI അന്ന് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു വർഷം എനിക്ക് ഇവിടെ ലീഗലി നിൽക്കാൻ പറ്റണം, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ ആ ഒരു കള്ള വിസ എടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥ വന്നേനെ. ഇല്ലാത്ത വിസ എടുത്ത് നിൽക്കണേക്കാളും ലീഗലായിട്ട് നിൽക്കുന്നതായിരുന്നു. എനിക്ക് വിശാലേട്ടനും ശ്വേത വഴി ഒരു പരിചയപ്പെടുത്തിയത് നല്ലൊരു അഡ്വക്കേറ്റും ആയിരുന്നു മിസ്റ്റർ ദിലീപ് കുമാർ സാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് ഓരോ കാര്യത്തിലാണെങ്കിൽ പോലും അത് നല്ല ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് എന്റെ ലൈഫിൽ ഇവിടെ UK ലൈഫിൽ വന്നിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം വന്നിട്ട് പോലും അവരാ ഒരു കാണിച്ച മനസ്സ്, കാരണം ഒരിക്കലും അവരെ എന്താ പറയാ SFIക്കാർ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് ആരും പറയരുത്. കാരണം നിങ്ങൾക്ക് അറിയാൻ പാടാത്ത കുറെ നല്ല കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ അവർ ചെയ്യുന്നുണ്ട്. എല്ലാരും ഇതിന്റെ ഒരു പോയിന്റ് ബാക്കി ചെയ്തിട്ടാണ് ഇവർ പറയാൻ നോക്കുള്ളൂ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഓരോ പിള്ളേരും, ഞാൻ ഉൾപ്പെടെ ഒത്തിരി പിള്ളേര് ഇവിടെ SFI എന്നുള്ളൊരു നല്ല സംഘടന കാരണം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതാരും അറിയുന്നില്ല, അതാരും കാണുന്നില്ല. എന്റെ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ, കാരണം പല പിള്ളേരും ഇവിടെ ചതിക്കുഴി വന്ന് ചാടിയിട്ട് ലാസ്റ്റ് എല്ലാരും മോസ്റ്റ്ലി പല പിള്ളേരും ചെന്ന് ഒരു സഹായം റിക്വസ്റ്റ് ചെയ്യുന്നത് SFIയുടെ അടുത്താണ്. ഐ എം റിയലി താങ്ക്ഫുള്ളി ശ്വേത, വിശാലേട്ടൻ, രഞ്ജിത്തേട്ടൻ, അഖിൽ ചേട്ടൻ, എല്ലാവരും, ഈവൻ അഡ്വക്കേറ്റ് ദിലീപ് കുമാർ സാർ ഉൾപ്പെടെ ചെയ്ത ആ ഒരു നല്ലൊരു കാര്യത്തിലാണ് ഞാൻ ഇപ്പോഴും വളരെ താങ്ക്ഫുൾ ആണ്. ബിക്കോസ് അന്ന് ആ ഒരു സമയത്ത് ഇവരാരും ഇത്ര ഒരു എഫേർട്ട് എടുത്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇവിടെ ലീഗലി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ SFI ആൻഡ് ദ മോസ്റ്റ് ഗുഡ് ടീംസ്. കാരണം ഈ ഒരു ടീംസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കാര്യം സോർട്ടാക്കാൻ ബാക്കി എല്ലാ പിള്ളേർക്കും വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് വൺസ് ഐ റിയലി താങ്ക്ഫുൾ ഫോർ ശ്വേത, വിശാലേട്ടൻ, രഞ്ജിത്തേട്ടൻ, അഖിൽ ചേട്ടൻ ആൻഡ് ദിലീപ് കുമാർ സാർ. താങ്ക് യു സോ മച്ച് ഫോർ ശ്വേത, വിശാലേട്ടൻ, രഞ്ജിത്തേട്ടൻ ആൻഡ് ദിലീപ് സാർ. ബിക്കോസ് ആ ഒരു സമയത്ത് അപ്പോഴും ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ പെട്ടുപോയേനെ. നിങ്ങളുടെ എല്ലാവരെയും വളരെ നല്ലൊരു അപ്രോച്ചും കൊണ്ട് മാത്രമാണ് എനിക്കിതിവിടെ ലീഗലി എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ജോബിൻ. ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് 2023 UK സ്റ്റുഡൻ്റ് ആണ് പഠിക്കാൻ വന്നത്. നോർത്ത് ആംബർ യൂണിവേഴ്സിറ്റി ലണ്ടൻ ക്യാമ്പസിൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്ക്
കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫീസിന്റെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോളേജായിട്ട് കുറെ നമ്മൾ കൊണ്ട് രേഖാമൂലം പരാതിയൊക്കെ കൊടുത്തപ്പോൾ അവരൊന്നും ആക്ഷൻസ് അഗൈൻസ്റ്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. കാരണം 56 സ്റ്റുഡൻസിന് ചേർന്നാണ് ഞങ്ങൾ അത് പരാതിയൊക്കെ കൊടുത്തത്. അപ്പോഴാണ് ഞങ്ങൾ SFI UK സമീപിച്ചു. ഇമീഡിയറ്റ്ലി അവർ നമ്മൾ ഫോർവേഡ് ചെയ്ത് പരാതി നമ്മുടെ വൈസ് ചാൻസലറിന് ഫോർവേഡ് ചെയ്തായിരുന്നു. ഇമീഡിയറ്റ്ലി ആക്ഷൻസ് എടുത്തായിരുന്നു കോളേജുകാർ. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 4 ദിവസം ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ തിരിച്ച് കയറി പോകേണ്ട അവസ്ഥയായിരുന്നു ഫീസിന്റെ കേസ് ഇഷ്യൂസിന്. കാരണം ഇവിടെ മറ്റുള്ള പഴയ സംഘടനകളും പല വ്യക്തികളും ഉണ്ടെങ്കിലും SFI UK മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇമ്മീഡിയറ്റ്ലി ആക്ഷൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ. കാരണം നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമല്ല, ശ്രീലങ്കൻസ്, ആഫ്രിക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിൽ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാന്നുള്ള ഒരു ശ്രീലങ്കൻ സ്റ്റുഡന്റ് ഫീസ് അടച്ചിട്ട് പോലും അവർക്ക് ഡീപ്പോർട്ട് ലിസ്റ്റിൽ പേര് വന്നായിരുന്നു. ഇഷ്യൂസ്, ഹോം ഓഫീസിന് ഇഷ്യൂസും കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ SFI UK ഒന്നും കൂടി സമീപിച്ചു. അവർ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തു. ആ കുട്ടിക്ക് പഠിക്കാനുള്ള തുടർ പഠനത്തിനുള്ള അവസരം SFI UK ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളെ കുറെ സഹായിച്ച SFI UK ആണ്. കാരണം മറ്റുള്ള സംഘടനകളും വ്യക്തികളും കാണുമായിരിക്കും, പക്ഷെ നമ്മളെ സഹായിക്കാനും മുൻപോട്ട് വന്നത് മൊത്തം SFI UK ആണ്. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ 2023 സെപ്റ്റംബർ ഇൻടേക്കിലാണ് UK വരുന്നത്. ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം 30% ഫീസ് പേ ചെയ്തിട്ടാണ് പറഞ്ഞത്. പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് പേ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ വന്നവർക്ക് ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ ഫീസിൻ്റെ അടയ്ക്കേണ്ട ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ ഫീസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, പേയ്മെൻറ്റ് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങളാണ് അതിനുശേഷമാണ് ഞങ്ങൾ വിശാലായിട്ട് സംസാരിച്ചത്. അപ്പോൾ വിശാലായിട്ടാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ഇവിടെ SFIയുടെ ഇതുണ്ട്, അപ്പോൾ നമുക്കത് മുഖേന നമുക്കതുവഴി സംസാരിക്കാം എന്ന് പറഞ്ഞു. വിശാലാണ് എല്ലാത്തിനും മുന്നിട്ട് നിന്നത്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 50-55 സ്റ്റുഡൻസുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ സെപ്റ്റംബർ ഇൻടേക്കിൽ വന്ന. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവരും സംസാരിച്ചതെല്ലാം വിശാലാണ്ണും വിഷ്ണു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് സംസാരിച്ചത്. അവർ വഴിയാണ് ഞങ്ങൾക്ക് ഏകദേശം 3 മാസത്തോളം ഗ്യാപ്പ് കിട്ടി ഫീസ് പേ ചെയ്യാനായിട്ട്. ജനുവരിയിൽ അടയ്ക്കേണ്ടവർ ഫെബ്രുവരി കഴിഞ്ഞ് ഏപ്രിൽ 28 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡെഡ് ലൈൻ. അതിനു മുമ്പ് അത്രയും ഗ്യാപ്പ് നമുക്ക് തന്നു, അവർ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയായിരുന്നു. അതൊരു വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം മറ്റുള്ള ആർക്കും വേറെ ഞങ്ങൾ ഡയറക്റ്റ് പോയി സംസാരിച്ചിട്ട് പോലും അവരൊന്നും സമ്മതിക്കില്ലായിരുന്നു. കാരണം പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കും, ഹോം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യും, കയറി പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇവരായിട്ട് സംസാരിക്കുന്നതും തുടർന്ന് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസത്തോളം ഗ്യാപ്പ് വാങ്ങിത്തന്നതും പിന്നെ തുടർന്ന് എല്ലാ കാര്യത്തിലും അവർ ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും അവരായിട്ട് സംസാരിക്കണം അവർ പറയുകയും ചെയ്തു. നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. ഞാനിപ്പോഴും അതിൽ മെമ്പറാണ്, SFIയുടെ UK മെമ്പറാണ് ഞാനിപ്പോഴും. I am Sri Ranganathan Thanusan. I am following my MSc in Business with Financial Management in Northumbria University in London under the September Intake 2023. I express this video how SFI UK helped me and helped me to solve some problem regarding with my studies. Earlier university required to settle the payment, but at the time I was unable to pay the payment. However, I was paid the total university payment before the deadline given by the university, and after that I went to the Sri Lanka for my home country. So after that I went to the Sri Lanka for emergency purpose. When I was in Sri Lanka, I received the email from the university. The email is mentioned like that: your visa will be cancelled. Your visa may be cancelled. They send the email to the UKVI to cancellation your visa. So at the time I totally disappointed because I paid the total amount before the deadline given by the university. So
I don't know what I can do. At the time, some of friends helped me to reach the SFI UK. So I explained my situation and my this problem to the SFI UK. They're ready to help me, but not only for me. I think more than 50 students have faced the payment issue, and our student portal also flucked. We cannot online access to conduct the university. Our access also flucked regarding the payment issue. So after that, SFA UK contact with the universities and regarding the this our problems, and also direct contact, they also give the solution. The university also give the solution to me. They withdraw from that email. Withdraw from that email, cancellation email is withdrawal. So SFA is helped me to resolve this problem. This problem. I am trying to SFA to solve my problem, and this kind of the services of the SFA UK is very essential for the international students like me, and I also expected this kind of the services are essential for the international students in future, and thank you so much.